രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് AICC നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു. KPCC ഇതിനനുസരിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്നും AICC നിർദ്ദേശിച്ചിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ രാജിവെക്കണമെന്ന് ഷാനിമോൾ ഉസ്മാൻ. കോൺഗ്രസ് മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ മാറി നിൽക്കണമെന്നും ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ പൊതുമണ്ഡലത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത തരത്തിലുള്ള മാതൃകാപരമായ നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന തീരുമാനമെടുത്തു. ഇനി പൊതു മനസ്സാക്ഷി ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന നിലപാടെടുത്ത് കോൺഗ്രസ് മാതൃക കാണിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ മാറി നിൽക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നൃപൻ, ഒരുപക്ഷെ ഏറ്റവും ശക്തമായൊരു വിമർശനമാണ് ഷാനിമോൾ ഉസ്മാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. രാജി മാത്രമല്ല, മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ മാറി നിൽക്കണമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിരിക്കുന്നത്. 10 ആളിനെ കാണിക്കാൻ കൊള്ളാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത്. നേരത്തെ ഒരു കോൺഗ്രസ് നേതാവ്, പാലക്കാട്ട് ഒരു നേതാവ് പറഞ്ഞ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് സമാനമായ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിൽ നിന്ന് വന്ന ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധം, ഒരു വിമർശനം. എന്താണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ? തീർച്ചയായും സിജു, വനിതാ നേതാവ് എന്ന് മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ തന്നെ പാർട്ടിക്കുള്ളിലും രാഷ്ട്രീയകാര്യ സമിതിയിലൊക്കെ തന്നെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവ് കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. അവരാണ് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, കേരളത്തിലെ വനിതാ നേതാക്കളുടെയൊക്കെ അഭിപ്രായ സ്വരൂപരണവും അത് തന്നെയാണ്. അഭിപ്രായ ഐക്യവും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി തുടരാൻ അനുവദിക്കരുത്. മാത്രമല്ല, അവർ ശക്തമായ നിലപാടിൽ പറയുന്നത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഈ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്ന ആവശ്യമാണ് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിനെയും ഈ നേതാക്കൾ അടക്കം പരാതി അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സോണിയാഗാന്ധി, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി വനിതാ നേതാക്കൾ ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. പാർട്ടി KPCCക്കും വനിതാ നേതാക്കൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ സംരക്ഷണം നൽകുകയാണെങ്കിൽ പരസ്യമായി ശക്തമായ നിലപാടുമായി രംഗത്ത് വരേണ്ടി വരും. അതുകൊണ്ട് ആ മാന്യത പാർട്ടി തിരിച്ച് കാണിക്കണം എന്ന നിലപാടാണ്. ജനങ്ങളോട് തങ്ങൾക്കാണ് മറുപടി പറയേണ്ടി വരുന്നത്. നിരന്തരം മാധ്യമങ്ങൾ ഈ വാർത്ത തന്നെ വീണ്ടും പാർട്ടിയെ സംബന്ധിച്ച് ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. പാർട്ടിക്ക് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് മാതൃകാപരമായ സമീപനം ഈ ഘട്ടത്തിൽ തീരുമാനിക്കണം. ആദ്യഘട്ടത്തിൽ തന്നെ പദവി രാജിവെപ്പിക്കാനുള്ള സമീപനം പാർട്ടി എന്ന നിലയിൽ എടുത്തു. അതും സ്വന്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നതാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് പാർട്ടി അക്കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു. പാർട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. ഇനി നിയമസഭാ അംഗത്വവും രാജിവെപ്പിക്കണം. ഇക്കാര്യത്തിൽ രാജി KPCC തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടണം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം രംഗത്ത് നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന തരത്തിലുള്ള മാന്യത പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന സൂചന തന്നെയാണ് പരോക്ഷമായി ഷാനിമോൾ ഉസ്മാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സിജു, ശരി. നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഷാനിമോൾ ഉസ്മാൻ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, രാഹുൽ രാജിവെക്കണം, മാത്രമല്ല മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി പങ്കുവച്ചത്.